നമസ്കാരം, ദിയാസ് കിച്ചൻ എരുമലയ്ക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വൻപയറും പപ്പായയും കൊണ്ടുള്ളൊരു റെസിപ്പിയാണ്. എങ്ങനെ തയ്യാറാക്കാൻ കണ്ടു നോക്കാം. അതിനായി കുറച്ച് വൻപയർ എടുത്തിട്ടുണ്ട്. ഒരു പിടി വൻപയറാണ് എടുത്തിരുന്നത്. ഒരു പിടി എന്ന് പറയുമ്പോൾ 250 ml കപ്പിൽ 1/4 കപ്പ് വൻപയർ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ ധാരാളം കല്ലുണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകി ഇത് മുങ്ങി നിൽക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. വൻപയർ ഇതുപോലെ വെള്ളത്തിട്ട് വെക്കണം നിർബന്ധമില്ല, പക്ഷേ ഒരു അര മുതൽ 1 മണിക്കൂർ നേരം ഇട്ട് വെച്ചാൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഇനി അടുത്തായിട്ട് ആവശ്യമുള്ളതാണ് പപ്പായ. അപ്പോൾ നമ്മൾ പപ്പായയും വൻപയറും ചേർത്തുള്ളൊരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. പപ്പായ ഞാൻ ഒരെണ്ണം കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നില്ല, ഇതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. അങ്ങനെ പപ്പായയുടെ തോല് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പപ്പായ ഉണ്ട്, ഇതിൻ്റെ കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്, പഴുത്ത് തുടങ്ങിയിട്ടില്ലേ. അപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കാനായിട്ടുള്ളത്. പപ്പായയിൽ കറ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയിട്ട് നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. വൻപയർ വെള്ളത്തിട്ട് വെച്ചിട്ട് അറൗണ്ട് 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് അധികം വേവ് ഉള്ളതുകൊണ്ട് തന്നെ കുക്കറിലാണ് വേവിച്ചെടുക്കാനായിട്ടുള്ളത്. അപ്പോൾ കുക്കറിലോട്ട് ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ കൂടി പോകരുത്. ഇതുപോലെ വൻപയർ മുങ്ങി നിൽക്കുന്ന രീതിയിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതിയാകും. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ലിഡ് അടച്ചിട്ട് ഒരു 2 മുതൽ 3 വിസിൽ വരുന്നവരൊന്ന് വേവിച്ചെടുക്കാം. വൻപയർ വേകുന്ന സമയത്ത് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാം. ഒരു പിടി ചെറിയ ഉള്ളി, കരിവേപ്പില, 3 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ ഒരു 6 മതിയാകും. ഇത് ഒന്നുകിൽ നമുക്ക് ഇടുകയിലിട്ടൊന്ന് ചതച്ചെടുക്കാം, അല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കാം. അതിനായി മിക്സിയുടെ ചെറിയ ജാറിലോട്ട് എല്ലാ കാര്യങ്ങളും ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ 2-3 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ലാസ്റ്റ് വറ്റൽമുളക് ചതച്ച് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ചേർക്കുന്നില്ല. ഇതുപോലെ ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്, അതായത് ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. വൻപയർ റെഡി ആയിട്ടുണ്ട്. 3 വിസിലായപ്പോൾ ഫ്ലെയിം ഓഫാക്കി പ്രഷർ പോകാനായിട്ട് വെയിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളവും പാകത്തിനായിരുന്നു. അത്യാവശ്യം പാകത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് പയർ വേവിച്ചെടുക്കാനായിട്ടുള്ളത്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ടൊരു കടായിലോട്ട് ചെറിയ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ചെറിയ സ്പൂണ് കടുക്, വറ്റൽമുളക്, കരിവേപ്പില ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, വെളുത്തുള്ളി കൂട്ടും കൂടി ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതായത് നമ്മൾ ചേർത്ത മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആ ഒരു ചെറിയ ഉള്ളി, വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല ഒരു പച്ചമണം മാറി നല്ലൊരു മൂത്ത മണം വരുന്നവരെ ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ സാധാരണ വൻപയർ വെച്ചിട്ട് വൻപയർ തോരൻ തയ്യാറാക്കാറുണ്ട്, അല്ലെങ്കിൽ വൻപയർ എരിശ്ശേരി, വൻപയർ ഒലത്തൊക്കെ തയ്യാറാക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇതുപോലെ പപ്പായയും ചേർത്തിട്ട് നിങ്ങളിത് ട്രൈ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് തോരൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതിൽ നാളികേരമൊന്നും ചേർക്കുന്നില്ല. ഒരു ഒലത്തെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു മുഴുക്കുരട്ടി വേണമെന്നുണ്ടെങ്കിലും പറയാം. അപ്പോൾ ഇതിൽ വളരെ കുറച്ച് എണ്ണ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ്. ഇത് ചോറ്, ചപ്പാത്തി അല്ലെങ്കിൽ കഞ്ഞിരോടെയും ബെസ്റ്റ് കോമ്പിനേഷനാണ്. വഴറ്റാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2 മുതൽ 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടിയുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറിയതിന് ശേഷം ഇനി നമുക്ക് പപ്പായയാണ് ചേർക്കാനായിട്ടുള്ളത്. പപ്പായ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇത് ചേർത്തെടുക്കുക. ഈ പപ്പായയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തെടുക്കുക. നമ്മൾ നേരത്തെ പയർ വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാനായിട്ടുള്ളത്. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതായത് നമ്മൾ നേരത്തെ ചേർത്ത മസാലകളും ഈ പപ്പായയും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. മസാലകൾ ഇതിൽ നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി പപ്പായ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം പപ്പായയിൽ തന്നെ ധാരാളം വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്തതിന് ശേഷം ലിഡ് അടച്ചിട്ട് ഒരു 15 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ലോ ഫ്ലെയിമിലായിരിക്കണേ. അങ്ങനെ പപ്പായ വേഗം വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ഇതിൽ വെള്ളത്തിൻ്റെ ഈർപ്പം ഉള്ളതുകൊണ്ട് തന്നെ അടുക്കി പിടിക്കില്ല, എങ്കിലും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുതേ. പപ്പായ വേകാനായിട്ട് കുറഞ്ഞതൊരു 15 മുതൽ 20 മിനിറ്റെങ്കിലും എടുക്കും. ഇപ്പോൾ പപ്പായ പകുതി വേവ് ആയിട്ടുണ്ട്. കുറച്ച് സമയം കൂടി അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റും കൂടി പപ്പായ അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം പപ്പായ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്.
ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. നേരത്തെ ചെറിയ ഉള്ളി ചതച്ച സമയത്ത് വറ്റൽമുളക് ചേർത്തു എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കേണ്ട ആവശ്യമില്ല. വറ്റൽമുളക് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുക. അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി, കാരണം ആ ഒരു പയറിലും വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറച്ച് ഡ്രൈ ആയിട്ട് കിട്ടണം. അപ്പോൾ ഇതുപോലെ ഒരു 2-3 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു റെസിപ്പി തയ്യാറാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ പയർ വേവിക്കുമ്പോൾ ഒത്തിരി അങ്ങ് വെന്ത് ഉടഞ്ഞു പോരുത്. പയർ പാകത്തിന് മാത്രമേ വേകാവൂ. ഇതുപോലെ, അതായത് ഇപ്പോൾ പയർ കാണാനായിട്ട് കഴിയുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടില്ല. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി, ചെറിയൊരു ഈർപ്പം എന്തായാലും ഉണ്ടാവും, അപ്പോൾ അത് നന്നായിട്ടൊന്ന് മാറി കിട്ടണം. ഈ സമയം ഉപ്പ് നോക്കുക, ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതുമാണ്. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പറ്റുകയാണെങ്കിൽ ലൈക്കും ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ സപ്പോർട്ട് ചെയ്തിരിക്കണേ. അങ്ങനെ ഇപ്പോൾ നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ഇത് ചോറിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഉച്ചയ്ക്ക് ഇത് തയ്യാറാക്കി കഴിഞ്ഞാൽ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ചപ്പാത്തിയോടെ നമുക്ക് സെർവ് ചെയ്യാം. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. പറ്റുന്ന പോലെ സന്തോഷിച്ചിരിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.